സ്വർണ്ണക്കടത്ത് കേസിൽ ഡോക്ടർ ശശി തരൂർ എംപിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗം ശിവകുമാർ പ്രസാദിനെ കസ്റ്റംസ് ചോദ്യം ചെയ്ത് വിട്ടയച്ചു. സ്വർണം കൊണ്ടുവന്ന ഉത്തർപ്രദേശ് സ്വദേശിയെ പ്രതിയാക്കിയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. സ്വർണ്ണക്കടത്തുകാരെ ഇപ്പോൾ തിരിച്ചറിഞ്ഞു എന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. CPM-ഉം കോൺഗ്രസും സ്വർണ്ണക്കടത്തുകാരുടെ മുന്നണിയാണെന്ന് വ്യക്തമായതായി BJP നേതാവ് രാജീവ് ചന്ദ്രശേഖർ വിമർശിച്ചു. ഡൽഹി വിമാനത്താവളത്തിൽ വിദേശത്ത് നിന്നെത്തിയ ആളുടെ കയ്യിൽ നിന്ന് സ്വർണം സ്വീകരിക്കുന്നതിനിടെയാണ് ഡോക്ടർ ശശി തരൂർ എംപിയുടെ PA ശിവകുമാർ പ്രസാദിനെയും കൂട്ടാളിയെയും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പിടികൂടിയത്. എയർഡ്രോം എൻട്രി പെർമിറ്റ് കാർഡ് ഉപയോഗിച്ചാണ് ഇയാൾ വിമാനത്താവളത്തിൽ പ്രവേശിച്ചത്. ചോദ്യം ചെയ്ത ശേഷം ശിവകുമാർ പ്രസാദിനെ കസ്റ്റംസ് വിട്ടയച്ചു. സ്വർണം കൊണ്ടുവന്ന UP സ്വദേശിയെ പ്രതിയാക്കി കേസെടുത്ത കസ്റ്റംസ് കൂടുതൽ പേരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നതായി അറിയിച്ചു. അന്വേഷണം നടക്കട്ടെ എന്നായിരുന്നു ശശി തരൂരിന്റെ പ്രതികരണം. വിഷയം രാഷ്ട്രീയായുധമാക്കി BJP-യും CPIM-ഉം രംഗത്തെത്തി. സ്വർണം കടത്തുന്നത് ആരാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തരൂരിന് ഒഴിഞ്ഞുമാറാനാവില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. CPIM-ഉം കോൺഗ്രസും സ്വർണ്ണക്കടത്തുകാരുടെ മുന്നണിയാണെന്ന് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും വിമർശിച്ചു. സ്റ്റാഫ് ചെയ്ത കുറ്റത്തിന് തരൂർ എന്ത് പിഴച്ചു എന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ മറുചോദ്യം. ഏതെങ്കിലും ഒരു PA ആരെങ്കിലും ഒക്കെ ചെയ്തു, PA ആണോ മുൻപത്തെ PA ആണോ എന്നൊക്കെ ആക്ഷേപങ്ങളുണ്ട്. അപ്പോൾ അതിന്റെ വിശദാംശങ്ങൾ വരട്ടെ. അല്ല, അത് ശശി തരൂർ എന്ത് പഴിച്ചു, ആരെങ്കിലും ഒക്കെ ചെയ്തു വെച്ചിട്ടില്ല. സംഭവത്തിൽ കസ്റ്റംസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. 24 ഡൽഹി. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.